the individual characteristics by which a person is recognized or known called identity. ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നതിനോ അറിയപ്പെടുന്നതിനോ സഹായിക്കുന്ന വ്യക്തിഗത സവിശേഷതകളെ വ്യക്തിത്വം എന്ന് വിളിക്കപ്പെടുന്നു. ആയതുപോലെ ഒരു വ്യക്തി യേശുക്രിസ്തുവിൻ്റെ അനുയായി എന്ന നിലയിൽ തൻ്റെ വ്യക്തിത്വം മനസ്സിലാക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന രീതിയാണ് ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി അഥവാ ക്രിസ്തീയ വ്യക്തിത്വം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സത്യം, ക്രിസ്തുവുമായുള്ള ബന്ധം എന്നിവയുടെ വെളിച്ചത്തിൽ ഒരാൾ സ്വയം എങ്ങനെ കാണുന്നു എന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ഒരു ക്രിസ്തുവിശ്വാസി എന്ന നിലയ്ക്ക് നാം നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണെന്നറിഞ്ഞ് അതിനു വേണ്ടി ഈ ലോകത്തിൽ നിലകൊള്ളേണ്ടത് ആവശ്യമാണ്. നമുക്ക് ക്രിസ്തുവിൽ കൂടി ഉണ്ടായ ചില സവിശേഷതകൾ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു. ഒന്ന്, അഡോപ്റ്റഡ് ആസ് ഗോഡ്സ് ചിൽഡ്രൻ, ദൈവമക്കളായി നമ്മെ ദത്തെടുക്കപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15 തുടങ്ങിയുള്ള വാക്യങ്ങൾ. 2, ഫോർഗിവൺ ആൻഡ് റിഡീംഡ്, ക്ഷമിക്കപ്പെട്ടവരും വീണ്ടെടുക്കപ്പെട്ടവരുമായി, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. 3, ന്യൂ ക്രിയേഷൻ, പുതിയ സൃഷ്ടിയായി, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. 4, സീൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടു, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. നമ്മിലെ ക്രിസ്തീയ മൂല്യവും സവിശേഷതകളും നമ്മുടെ നേട്ടങ്ങളിൽ നിന്നല്ല, മറിച്ച് യേശുവുമായുള്ള ബന്ധത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ടിം കെല്ലർ പറഞ്ഞതത്രേ, ദ ഓൺലി ഐഡൻറ്റിറ്റി ദാറ്റ് ഈസ് നോട്ട് ഫ്രാഗൈൽ ഈസ് വൺ റിസീവ്ഡ് നോട്ട് അച്ചീവ്ഡ്. ദുർബലമല്ലാത്ത ഒരേ ഒരു വ്യക്തിത്വം ലഭിക്കുന്നത് മാത്രമാണ്, അത് നേടിയെടുക്കാൻ കഴിയില്ല. മറ്റു മനുഷ്യർ നമ്മെപ്പറ്റി ദോഷമായത് ചിന്തിച്ചേക്കാം, വില കുറച്ച് സംസാരിച്ചേക്കാം, താറടിച്ച് കാട്ടിയേക്കാം. എന്നാൽ ദൈവം നമ്മെ നോക്കി സന്തോഷിക്കുന്നു. കാരണം ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ച മഹത്വം അതിശ്രേഷ്ഠമാണ്. വി ആർ നോട്ട് വാട്ട് വി ഡു, നാം ചെയ്യുന്നതല്ല നമ്മൾ. വി ആർ നോട്ട് വാട്ട് വി ഹാവ്, നമുക്കുള്ളതല്ല നമ്മൾ. വി ആർ നോട്ട് വാട്ട് പീപ്പിൾ സേ അബൌട്ട് അസ്, ആളുകൾ നമ്മെക്കുറിച്ച് പറയുന്നതല്ല നമ്മൾ. വി ആർ ദ ബിലവഡ് ഓഫ് ഗോഡ്, നാം ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ 1-ാം ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞത്, 3-ാം അധ്യായം 1-ാം വാക്യം, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. നമുക്കുള്ള നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ നമുക്ക് അഭിമാനിക്കാം. അത് നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാം, നിത്യതയിൽ നാം എത്തിച്ചേരും വരെ. ഹാവ് എ പ്ലസന്റ് ഡേ.